ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 15-ാം ദിവസം. രാവണനാൽ ചിറകുകൾ ഭേദിക്കപ്പെട്ട ജടായു പ്രാണവേദന സഹിച്ച് ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. രാമൻ്റെ വരവും പാർത്ത് കഴിയുകയാണ്. അതേസമയം സീതാദേവിയെയും വഹിച്ചുകൊണ്ട് പുഷ്പക വിമാനം ലങ്ക ലക്ഷ്യമാക്കി പറക്കുകയാണ്. എല്ലായ്പ്പോഴും തൻ്റെ രക്ഷകനായി ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്ന ലക്ഷ്മണനെ അപമാനിച്ച് പറഞ്ഞയച്ചതിൽ സീതാദേവി അതീവ ദുഃഖിതയായി. ആത്മവല്ലഭനായ രാമനെ ഓർത്തോർത്ത് കരഞ്ഞ് തളരുകയാണ്. പുഷ്പക വിമാനം ലങ്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മലിന വസ്ത്രധാരിണിയായ കരഞ്ഞ് വാടിത്തളർന്ന സീതാദേവി അനേകം രാക്ഷസ നാരിമാരുടെ തടവറയിൽപ്പെട്ട് ലങ്കയിൽ കഴിയുകയാണ്. മാരീചനെ വധിച്ച് രാമൻ തിരിച്ചു വരുമ്പോൾ തന്നെ അന്വേഷിച്ചു വരുന്ന ലക്ഷ്മണനെ കണ്ടുമുട്ടുകയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതിയെല്ലാം അറിയാവുന്ന രാമൻ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സീതയെ തനിച്ചാക്കി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണനെയും കൂട്ടി തിടുക്കത്തിൽ ആശ്രമത്തിലേക്ക് തിരിക്കുകയാണ്. വഴിമധ്യേ മൃതപ്രായനായ ജടായുവിനെ കണ്ടെത്തി മരണവേദന സഹിച്ച് നടന്നതെല്ലാം അവൻ പറയുകയാണ്. രാമൻ ആ പക്ഷിശ്രേഷ്ഠൻ്റെ തല മടിയിലെടുത്തു വെച്ച് തൻ്റെ തൃക്കരങ്ങളാൽ അവനെ തലോടിക്കൊണ്ടിരിക്കവേ ജടായു തൻ്റെ പ്രാണങ്ങളെ ത്യജിക്കുകയാണ്. അപ്പോൾ ആകാശദേശത്ത് വിഷ്ണു പാർശ്വതന്മാർ വന്ന് സ്വീകരിച്ചു. ഈശ്വര സാരൂപ്യം ലഭിച്ച ജടായു രാമനെ കുമ്പിട്ട് കൂപ്പി സ്തുതിക്കുകയാണ്. ജടായു സ്തുതി രാമായണത്തിലെ അതിപ്രാധാന്യമേറിയ സ്തുതിയാണ്. അതിനെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഗണിക്കാൻ കഴിയാത്തത്ര ഗുണങ്ങളുടെ അധിപനും ആദ്യസ്വരൂപനും 14 ലോകങ്ങളുടെ നാഥനും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് കാരണനുമായ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് നമസ്കാരം. മനോഹരമായ കടാക്ഷം കൊണ്ട് ദേവന്മാരുടെ സങ്കടത്തെ ഇല്ലാതാക്കുന്നവനും കാർമുകിൽ വർണ്ണനും ആനന്ദമൂർത്തിയും ലക്ഷ്മീപതിയുമായ ശ്രീരാമചന്ദ്ര, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. മനോഹരമായ കാന്തിയാൽ ലോകരെ മോഹിപ്പിക്കുന്നവനും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനും വരദാനൈകമൂർത്തിയുമായ ശ്രീരാമചന്ദ്ര, അങ്ങയെ ഞാൻ കൂപ്പിത്തൊഴുകയാണ്. സംസാരമാകുന്ന വനത്തെ നശിപ്പിക്കുന്നവനും ബ്രഹ്മാവിനും ശിവനും പ്രിയങ്കരനുമായ രാക്ഷസന്മാർക്ക് അന്തകനുമായ രാമചന്ദ്ര, അങ്ങയെ ഞാൻ വണങ്ങുകയാണ്. സങ്കല്പങ്ങൾക്കതീതനും സംസാരഭയത്തെ ഇല്ലാതാക്കുന്നവനുമായ ശ്രീരാമഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. പാർവതി പരമേശ്വരന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും മന്ദരപർവ്വതത്തെ മുതുകിൽ ധരിച്ചവനും ഇന്ദ്രനും മഹാബലിയും ഒരുപോലെ സ്തുതിക്കുന്നവനും അങ്ങനെയുള്ള രാമഭദ്ര, ഞാൻ അങ്ങയെ വന്ദിക്കുകയാണ്. പരസ്ത്രീകളെയും പരധനത്തെയും കാമിക്കുന്നവരെ ശിക്ഷിക്കുന്നവനും അന്യരുടെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നവനുമായ രാമ, അങ്ങേക്ക് 100 കോടി പ്രണാമങ്ങൾ. മന്ദഹാസവദനനും കാർമുകിൽ വർണ്ണനും ഭൂമിയുടെ നാഥനുമായ ഹേ രാമ, ഞാൻ അങ്ങയെ തൊഴുകയാണ്. ജലം നിറച്ച പാത്രങ്ങളിൽ
വെവ്വേറെ പ്രതിഫലിച്ച് കാണുന്ന സൂര്യനെ പോലെ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന രാമചന്ദ്ര, ഞാൻ അങ്ങയെ വണങ്ങുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായി വർത്തിക്കുന്നവനും ദേവന്മാരാലും മുനിമാരാലും സ്തുതിക്കപ്പെടുന്നവനുമായ രാമഭദ്ര, അങ്ങേക്ക് കോടി കോടി പ്രണാമങ്ങൾ. ആയിരം ആയിരം കാമദേവന്മാരുടെ ഒളി പൂണ്ടവനും ജനന മരണാദികൾക്ക് അതീതനും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് ഹേതുവുമായ രാമചന്ദ്ര, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ജഡായു ഗതി കണ്ട് ജഡായുവിൻ്റെ സ്തുതി ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും ചേർന്ന് സീതാദേവിയെ അന്വേഷിച്ച് നടക്കവേ വക്ഷസിൽ വായും യോജന നീളമുള്ള കരങ്ങളാൽ കണ്ണും മൂക്കും ചെവികളും തലയും കാലുമില്ലാത്ത ഒരു സത്വം അവരുടെ നേർക്ക് വരികയാണ്. ഈ അദ്ഭുത ജീവിയിൽ നിന്നും രക്ഷപ്പെടാൻ രാമാദികൾ അവൻ്റെ ഓരോരോ കരങ്ങൾ ഛേദിക്കുകയാണ്. അപ്പോൾ അവന് തൻ്റെ പൂർവജന്മം ഓർമ്മ വരികയാണ്. രാമ, ഞാൻ സുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു. അഹങ്കാരിയായ എന്നെ ഒരു നാൾ അഷ്ടാവക്രമുനി ശപിച്ച് വിരൂപനാക്കിയിരിക്കുകയാണ്. രാമനാൽ ശാപമോക്ഷം കിട്ടുമെന്ന അരുളപ്പാട് മുനി നൽകുകയുമുണ്ടായി. ആ ചരിത്രം ശ്രവിച്ച രാമാദികൾ അവൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയിൽ ഒരു കുഴി കുഴിച്ച് അതിൽ അഗ്നി ജ്വലിപ്പിച്ച് ആ സത്വത്തെ ദഹിപ്പിക്കുകയാണ്. അപ്പോൾ കാമദേവ സമാനനായ ഒരു ഗന്ധർവൻ അതിൽ നിന്നു ഉതിർന്നു വരികയും ഗദ്ഗദാക്ഷരവാണികളാൽ രാമനെ സ്തുതിച്ച് പാടുകയുമാണ്. പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച കബന്ധൻ രാമചന്ദ്രനെ സ്തുതിച്ച് പാടുകയാണ്. അവ്യക്തവും അതിസൂക്ഷ്മവുമായ വർണ്ണനകളാൽ പ്രയാസമുണ്ടെങ്കിലും കബന്ധൻ ഉള്ളറിവ് കൊണ്ട് രാമനെ വർണ്ണിക്കുകയും അതിലൂടെ രാമമന്ത്രത്തിൻ്റെ മഹിമ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. സാക്ഷാൽ വിരാട് പുരുഷനാണ് രാമൻ. രാമ, അങ്ങയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആകവെ വികസിതമായിട്ടുള്ളത്. അങ്ങയുടെ വിരാട് പുരുഷ രൂപത്തെ ആര് നിത്യവും ധ്യാനിക്കുന്നുവോ അവന് മുക്തി ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ രൂപത്തെ ഞാൻ വണങ്ങുകയാണ് രാമചന്ദ്ര. സർവജ്ഞനായ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടൊന്നിച്ച് കാശിയിൽ അങ്ങയെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. മോക്ഷം ആഗ്രഹിക്കുന്നവർ രാമരാമ എന്ന താരകമന്ത്രം ജപിച്ച് ജനന മരണ ദുഃഖങ്ങളെ അകറ്റുക എന്നതാണ് പരമേശ്വരൻ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിവരണാതീതമായ അങ്ങയുടെ വൈഭവത്തിന് മുമ്പിൽ നമസ്കാരം രാമഭദ്ര. സന്തുഷ്ടനായ രാമൻ കബന്ധനെ അനുഗ്രഹിക്കുന്നു. സന്തുഷ്ടനായേൻ തവസ്തുത്യാ നിശ്ചലഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലെടോ. ഇങ്ങനെ ശ്രീരാമനിൽ നിന്ന് വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ തൊഴുത് പറയുകയാണ്. രാമചന്ദ്ര, കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയാൽ മതംഗാശ്രമത്തിൽ എത്തിച്ചേരാം. അവിടെ ശബരി തപസ്സിനി അങ്ങയെ തന്നെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടാൽ നിങ്ങൾക്ക് സീതാവൃത്താന്തം അറിയുവാൻ സാധിക്കും. കാട്ടാള ജാതിയിൽപ്പെട്ട ഒരു ചണ്ടാലിയാണ് ശബരി. പൂർവജന്മത്തിൽ ചിത്രകവചൻ എന്ന് പേരായ ഗന്ധർവശ്രേഷ്ഠൻ്റെ മകളായിരുന്നു. പേര് മാലിനി. വീതിഹോത്രൻ എന്ന ഗന്ധർവനായിരുന്നു അവരുടെ ഭർത്താവ്.
കുടുംബജീവിതത്തിൽ പൊറുക്കപ്പെടാത്ത തെറ്റ് ചെയ്തപ്പോൾ ഭർതൃശാപം ഉണ്ടായതാണ്. അങ്ങനെയാണ് ചണ്ഡാലിയായി മാറിയത്. ചണ്ഡാലിയായി തീർന്ന അവൾ അലഞ്ഞലഞ്ഞ് നടക്കവേ വനത്തിൽ ഒരാശ്രമ പരിസരത്ത് എത്തിച്ചേരുകയാണ്. ആശ്രമ പരിസരത്ത് എത്തിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയുണ്ടായി. അവൾ ആ ആശ്രമ പരിസരത്ത് തന്നെ കഴിഞ്ഞുകൂടി. പിന്നെ പിന്നെ മുനിമാർക്കാവശ്യമുള്ള വെള്ളവും പൂജയ്ക്കുള്ള പുഷ്പങ്ങളും കായ്കനികളുമൊക്കെ അവൾ കൊണ്ടുവന്ന് കൊടുക്കുകയായി. ക്രമേണ അവൾ ആശ്രമത്തിലെ അന്തേവാസിനിയായി മാറി. തപസാബല്യത്താൽ മുക്തരായി തീർന്ന അവളുടെ ഗുരുഭൂതന്മാർ അവളോട് രാമനാമം ജപിച്ചുകൊണ്ട് ഇവിടെ തന്നെ തപസ്സു ചെയ്തിരിക്കുവാൻ നിർദ്ദേശിക്കുകയാണ്. തനിക്ക് ശ്രീരാമദർശനമുണ്ടാവും എന്ന് അവർ അരുളി ചെയ്യുകയും ചെയ്തു. രാമൻ ഇന്ന് വരും, രാമൻ നാളെ വരും എന്നുറപ്പിച്ചുകൊണ്ട് മാധുര്യമേറിയ കായ്കനികളുമായി രാമനെ കാത്തിരിക്കുന്ന ഒരു മഹാതപസ്വിനിയാണ് ശബരി. കബന്ധൻ പറഞ്ഞതനുസരിച്ച് രാമനും ലക്ഷ്മണനും നടന്ന് പ്രകൃതി രമണീയമായ ശബരിയാശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. ഇറ്റിറ്റ് വീഴുന്ന സന്തോഷാശ്രുക്കളോടെ അർഘ്യപാദ്യാദികളോടെ അവരെ സ്വീകരിച്ച് ഭോജനത്തിനായി ഫലമൂലാദികൾ നൽകുകയാണ് ശബരി. അപ്പോഴും അവളുടെ ചിന്ത ഒരു ഹീനജാതിയിൽപ്പെട്ട എൻ്റെ അടുത്ത് ഈ രാജകുമാരന്മാർ വന്നു ചേർന്നുവല്ലോ, ഞാൻ നൽകിയ ജലം അവർ കുടിച്ചുവല്ലോ, ഞാൻ നൽകിയ ഭോജനം അവർ കഴിച്ചുവല്ലോ, ഇതിനൊന്നും തന്നെ ഞാൻ അർഹയല്ലല്ലോ എന്നൊക്കെ അവൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് രാമൻ അവളോട് പറയുന്നു, പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ, ഭക്തിയൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും, തീർത്ഥസ്നാനാദിതബോധാനവേദധ്യയന ക്ഷേത്രോപവാസയാഗ്യാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തന്നും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തിവിശേഷത്തിൻ്റെ നിഷ്കാമഭക്തിയുടെ പരമപ്രാധാന്യത്തെയാണ് രാമൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ പ്രസ്താവന രാമായണത്തിലെ മണിമുത്തായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. കർമ്മം കൊണ്ട് ജ്ഞാനത്തിന് അർഹയായ നിന്നോട് ഭക്തി സാധനം എന്താണെന്ന് ചുരുക്കി ഞാൻ പറയാം. മുക്തിയുണ്ടാവാൻ പിന്നെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഭക്തിയുടെ അടിസ്ഥാന കാരണം സത്സംഗമാണ്. അതിനെ ഒന്നാമത്തെ സാധനം എന്ന് പറയാം. ഈശ്വര കഥകൾ പറയുന്നത് രണ്ടാമത്തെ സാധകമാണ്. ഈശ്വര ഗുണങ്ങളെ കീർത്തിക്കൽ മൂന്നാമത്തേതാണ്. ഈശ്വരനാമങ്ങൾ വ്യാഖ്യാനിക്കൽ നാലാമത്തെ മാർഗമാകുന്നു. ഈശ്വര കലകളോടെ ജനിച്ച ആചാര്യന്മാരെ ആരാധിക്കുന്നത് അഞ്ചാമത്തെ ഭക്തി സാധനമാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് യമനിയമാദികൾക്ക് വിധേയമായി ഈശ്വരനെ മുടങ്ങാതെ പൂജിക്കുന്നത് ആറാമത്തെ സാധകമാകുന്നു. മന്ത്രങ്ങൾ സഹിതം ഈശ്വരോപാസന നടത്തുന്നത് ഏഴാമത്തെ ഉപായമാകുന്നു. സകല ചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഭക്തന്മാരോട് സദാ സ്നേഹവാത്സല്യത്തോടെ പെരുമാറുകയും ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം വിരക്തമാവുന്നതും എട്ടാമത്തെ മാർഗമാണ്. ഈശ്വരതത്വം ചിന്തയിൽ ഉറപ്പിച്ചു നിർത്തി ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് ഒൻപതാമത്തെ സാധകവുമാണ്. ലക്ഷണയുക്തമായ
ഭക്തിയുള്ളതിനാലാണ് ശബരി തപസ്സിനി നിനക്ക് എന്നെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിനക്ക് മോക്ഷം അടുത്തിരിക്കുന്നു. പ്രിയഭക്തേ ശബരി, സീതാമാർഗത്തെക്കുറിച്ച് അങ്ങേക്കറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു തന്നാലും ശ്രീരാമചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ശബരി. എങ്കിലും അവർ പറയുന്നു, രാമഭദ്ര, അങ്ങ് സർവജ്ഞനാണെങ്കിലും ലൗകിക ജീവിതം സ്വീകരിച്ച ഈ വേളയിൽ അങ്ങ് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയട്ടെ. രാവണനാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അവളിപ്പോൾ ലങ്കയിലാണ് അധിവസിക്കുന്നത്. രാമ, ഇവിടെ നിന്ന് കുറച്ചുകൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ ലോകമനോഹരമായ പമ്പാ സരസിലെത്തിച്ചേരാം. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഋഷ്യമൂഖം എന്നൊരു പർവ്വതമുണ്ട്. അവിടെ സുഗ്രീവൻ എന്ന് പേരായ വാനരൻ അവൻ്റെ ഏട്ടൻ ബാലിയെ പേടിച്ച് 4 മന്ത്രികളുമായി കഴിഞ്ഞുകൂടുകയാണ്. മുനിശാപം കാരണം ബാലിക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കുവാനും സാധ്യമല്ല. അവനെ കണ്ട് വേണ്ട വിധത്തിൽ സഖ്യമുണ്ടാക്കിയാൽ അങ്ങയുടെ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ള ശബരി തപസ്വിനിയുടെ വാക്കുകൾ കേട്ട് രാമചന്ദ്രാദികൾ ഋഷ്യമൂഖ പർവ്വതത്തെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.